സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ക്രിസ്തുവിൽ എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായമാണ്. മനുഷ്യന്റെ വീഴ്ച, ദൈവത്തിന്റെ വലിയ കരുണ, ഇതിനെക്കുറിച്ചുള്ളൊരു ആഴത്തിലുള്ള ചിന്തയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. നമുക്ക് ആ ഏദൻ തോട്ടത്തിൽ നിന്ന് തുടങ്ങാമല്ലേ? ദൈവം ഒരുക്കിയ ആ പറുദീസ. അതെ, ഉൽപ്പത്തി 2-ൽ പറയുന്നുണ്ട്, വളരെ സമൃദ്ധമായ ഒരിടം. അവിടെ ആദാമും ഹവ്വയും ദൈവവുമായുള്ള അവരുടെ ബന്ധം, അത് ഭയമില്ലാത്ത വളരെ നിർമ്മലമായ ഒന്നായിരുന്നു. ശരിയാണ്. പിന്നെ ആ 2 വൃക്ഷങ്ങൾ, ജീവന്റെ വൃക്ഷം, പിന്നെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. അതെ, അവിടെയാണ് ദൈവത്തിന്റെ കൽപ്പന വരുന്നത്. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. അതൊരു മുന്നറിയിപ്പായിരുന്നു അല്ലേ? ഒരു സംരക്ഷണം പോലെ. ശരിയാണ്. അതൊരു ശിക്ഷ എന്നതിനേക്കാൾ ഒരു സംരക്ഷണം, ഒരു അതിർവരമ്പ് എന്നൊക്കെ പറയാം. പക്ഷേ കഥ പെട്ടെന്ന് മാറുകയാണ് സർപ്പത്തിന്റെ വരവോടെ. അതെ, എല്ലാ കാട്ടുജന്തുക്കളെക്കാളും കൗശലമേറിയത് എന്നാണ് പറയുന്നത്. ആ കൗശലം ദൈവത്തിന്റെ വാക്കിനെ തന്നെ ചോദ്യം ചെയ്യുന്നതിലാണ് തുടങ്ങുന്നത് അല്ലേ? തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ശരിക്കും ആ ചോദ്യം ഒരു സംശയമുണ്ടാക്കുകയാണ്. ദൈവം എന്തോ തടഞ്ഞുവെക്കുന്നു എന്നൊരു തോന്നല്. ഹവ്വയുടെ മറുപടിയിൽ ഒരു ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. തൊടുക പോലും അരുത് എന്ന് പറയുന്നു. അത് കൽപ്പനയിൽ ഇല്ലാത്തൊന്നാണ്. അതെ, ആ ചെറിയ മാറ്റം പോലും സർപ്പം മുതലെടുക്കുന്നു. എന്നിട്ട് നേരെ നുണ പറയുകയാണ്. നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം. അതുമാത്രമല്ല, നിങ്ങൾ ദൈവത്തെപ്പോലെ ആകും എന്നും പറയുന്നു. ദൈവത്തെ ഒരു അസൂയാലുമായാണ് അവിടെ ചിത്രീകരിക്കുന്നത്. അതെ, ഹവ്വ ആ കനി കാണുന്ന ആ വിവരണം, അത് ശ്രദ്ധേയമാണ്. ഭക്ഷിപ്പാൻ നല്ലത്, കാൺമാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. പ്രലോഭനത്തിന്റെ പല തലങ്ങൾ: ശാരീരികം, കാഴ്ചയിലുള്ള ആകർഷണം, പിന്നെ അറിവ് നേടാനുള്ള ആഗ്രഹം. എന്നിട്ടവൾ ഭക്ഷിക്കുന്നു, ആദാമിനും കൊടുക്കുന്നു. അപ്പോ തന്നെ അവരുടെ കണ്ണുകൾ തുറന്നു. അതെ, ആ നിമിഷം അവർ തിരിച്ചറിയുന്നു തങ്ങൾ നഗ്നരാണെന്ന്. ലജ്ജ തോന്നുന്നു. അതുവരെ ഇല്ലാത്ത ഒരു ബോധം. അവർ അത്തീലകൾ കൊണ്ടൊരു മറയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർക്ക് ഭയം തോന്നുന്നു. അവർ ഒളിക്കുകയാണ്. ദൈവത്തിൽ നിന്നുള്ള ആ അകൽച്ചയുടെ തുടക്കം. ദൈവം വിളിക്കുന്നു, ആദാമേ, നീ എവിടെ? ദൈവം അറിയാഞ്ഞിട്ടല്ല ചോദിക്കുന്നതല്ലേ? അല്ലേ അല്ല, അതൊരു ഏറ്റുപറച്ചിലിനുള്ള അവസരമായിരുന്നു. പക്ഷേ ആദാം ഭയത്തെക്കുറിച്ചും നഗ്നതയെക്കുറിച്ചും പറയുന്നു. എന്നിട്ട് ഹവ്വയെ കുറ്റപ്പെടുത്തുന്നു. നീ തന്ന സ്ത്രീ അവളാണ് തന്നത്. ഹവ്വയോട് ചോദിക്കുമ്പോൾ ഹവ്വ സർപ്പത്തെ കുറ്റപ്പെടുത്തുന്നു. സർപ്പം എന്നെ വഞ്ചിച്ചു. ആരും ഉത്തരവാദിത്തമെടുക്കുന്നില്ല. ഈ പഴിചാരൽ ഇന്നും മനുഷ്യരിൽ കാണുന്ന ഒന്നാണല്ലേ? ശരിയാണ്. ഇതിന്റെയെല്ലാം അനന്തരഫലങ്ങൾ വളരെ വലുതായിരുന്നു. സർപ്പത്തിന് ശാപം, സ്ത്രീക്ക് പ്രസവവേദന, ഭർത്താവിന് കീഴടങ്ങേണ്ട അവസ്ഥ. ആദാമിന് ഭൂമി ശപിക്കപ്പെടുന്നു, കഠിനാധ്വാനം, വിയർപ്പ്, ഒടുവിൽ മരണം. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങും. എന്നാൽ ഈ ശിക്ഷാവിധിയുടെ നടുവിലൊരു വലിയ പ്രത്യാശയുടെ വാഗ്ദാനവും ദൈവം നൽകുന്നുണ്ട്. അതെ, സർപ്പത്തോടുള്ള ശാപത്തിൽ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഇതാണ് വീണ്ടെടുപ്പിനെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന. രക്ഷകനായ യേശുക്രിസ്തുവിലേക്കുള്ള ആദ്യത്തെ വിരൽ ചൂണ്ടൽ. ന്യായവിധിക്കിടയിലും ദൈവത്തിന്റെ കരുണ അവിടെയും വെളിപ്പെടുന്നു. തീർച്ചയായും. ഹവ്വയ്ക്ക് പേരിടുന്നു, ജീവനുള്ളവർക്കെല്ലാം മാതാവ്. പിന്നെ ഏറ്റവും പ്രധാനമായി ദൈവം തന്നെ അവർക്ക് തോൾ കൊണ്ടുള്ള ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിക്കുന്നു. അവരുടെ സ്വന്തം ശ്രമം, ആ അത്തിയില, അത് മതിയാകാതെ വന്നു. അതെ, ദൈവം നൽകുന്ന ആവരണം. അവിടെ ഒരു ജീവൻ അർപ്പിക്കപ്പെട്ടു എന്നൊരു സൂചനയുണ്ട്, ആദ്യത്തെ യാഗം പോലെ. പിന്നീട് അവരെ ഏദനിൽ നിന്ന് പുറത്താക്കുന്നു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ കെരൂബുകളെയും വാളും നിയമിക്കുന്നു. അതൊരു ശിക്ഷയാണെങ്കിലും പാപാവസ്ഥയിൽ നിത്യമായി ജീവിക്കാതിരിക്കാനുള്ള ഒരു കരുണയായി അതിനെ കാണാം, അല്ലേ? തീർച്ചയായും. ഈ സംഭവം ഉൽപ്പത്തി 3, ഇത് മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചും ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ചും പാപം, പ്രത്യാശ എന്നിവയെക്കുറിച്ചുമെല്ലാം അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ശരിയാണ്. ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ ചിന്തകൾ നൽകുന്നൊരു ഭാഗമാണിത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനമായ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ സത്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു.
ഏദൻ തോട്ടത്തിലെ ആദിമ അനുഭവം, അങ്ങയുടെ കരുതൽ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ആദാമിന്റെയും ഹവ്വയുടെയും വീഴ്ചയെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ അനുസരണക്കേട്, ദൈവത്തിൽ നിന്ന് ഒളിക്കാൻ ശ്രമിച്ചത്, ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്ന പാപങ്ങളെയും വീഴ്ചകളെയും ഓർത്ത് ഞങ്ങൾ താഴ്മയോടെ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. പിതാവേ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലജ്ജയാൽ ഭാരപ്പെടുന്നവർക്ക് അങ്ങ് നൽകിയ തോലുടുപ്പ് പോലെ അങ്ങയുടെ കൃപയുടെ ആവരണം നൽകണമേ. ജീവിതത്തിന്റെ ഭാരത്താൽ, അധ്വാനത്താൽ തളരുന്നവർക്ക് ശക്തി നൽകണമേ. പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ അങ്ങയിൽ ആശ്രയിക്കാൻ സഹായിക്കണമേ. കർത്താവേ, ആ ആദ്യ വാഗ്ദാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സ്ത്രീയുടെ സന്തതിയായ യേശുക്രിസ്തുവിലൂടെ അങ്ങ് നൽകിയ വീണ്ടെടുപ്പിനായി സ്തോത്രം. അവിടുന്ന് സാത്താന്റെ തലയെ തകർത്ത് വിജയം നേടിയതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിലും സത്യത്തിലും എന്നും നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ഹിതം ചെയ്യാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അർപ്പിക്കുന്നു. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേ @gmail.com എന്ന വിലാസത്തിലേക്ക് അയക്കാവുന്നതാണ്. അതെ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്കൊരു പ്രചോദനമായേക്കാം. തിരഞ്ഞെടുക്കുന്ന സാക്ഷ്യങ്ങൾ സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലൂടെ ലോകവുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓർക്കുക, നമ്മുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.